നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 എക്കണോമിക്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻസർ കീ ചെക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ടഫാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് എങ്കിലും നമുക്ക് എന്താണ് എഴുതിയതിന് ആൻസർ എന്ത് കിട്ടും എന്നൊക്കെ അറിയാനൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അതോ സേ എഴുതേണ്ടി വരുമെന്നൊക്കെ. നാവ് വളച്ചു വെക്കല്ല കേട്ടോ. സേ എഴുതേണ്ടി വരില്ല എന്ന് ഞാൻ ആദ്യം നിങ്ങളല്ല ആരും സേ എഴുതേണ്ടി വരില്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ്. വാല്യൂഷൻ എന്തായാലും മക്കളെ കുറച്ച് ലിബറലാവാൻ സാധ്യത ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ടൈപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആൻസർ കീയിലേക്ക് പോവുകയാണ്. ആൻസർ എനി 10 questions 1 to 10 ഈച്ച് ക്യാരീസ് 1 score. അതായത് 8 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ. ഒന്നാമത്തെ ചോദ്യം, മാക്രോ എക്കണോമിക്സ് എമേർജ്ഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, ദ ജനറൽ തിയറി, നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. ഏതാണ് ഉത്തരം? മാക്രോ എക്കണോമിക്സ് കണ്ട ബുക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജനറൽ തിയറിയാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഏത് ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണത്തിനു ശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര വിഭാഗമായി മാറിയത് എന്നാണ്. ദ ജനറൽ തിയറി. ആൻസർ വരുന്നത് ജനറൽ തിയറി. അത് ഷോർട്ടായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ദ ജനറൽ തിയറി. ഞാൻ പഠിപ്പിക്കുമ്പോൾ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ് പുസ്തകത്തിന് മുഴുവൻ പേര്. പക്ഷേ ജനറൽ തിയറി എന്ന് കണ്ടാൽ തന്നെ ചാടി വീണോളോണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, GNP മൈനസ് ഡിപ്രീസിയേഷൻ ഈസ്. GNP മൈനസ് ഡിപ്രീസിയേഷൻ ഇത് എവിടെ നിന്ന് വരുന്നതാ? മാക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. GNP മൈനസ് ഡിപ്രീസിയേഷൻ നമ്മൾ കുറേ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിൽ. അപ്പോൾ GNP മൈനസ് തേയ്മാനം എന്താണ്? NNP ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. NNP. ഓക്കെ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ചോദ്യം 3, ദ ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ് വെൻ. ദ ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ് വെൻ. ഓപ്ഷൻ ഇൻകം ഇൻക്രീസസ്, പോപ്പുലേഷൻ ഇൻക്രീസസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇൻക്രീസസ്, ഓൾ ഓഫ് ദ എബോവ്. ഏതാണ്? സാധാരണ വസ്തുക്കളുടെ ചോദനവക്രം വലത്തോട്ട് മാറുന്നത് എപ്പോഴാ? സാധാരണ വസ്തുക്കളുടെ ചോദനവക്രം വലത്തോട്ട് മാറുന്നത്, അതായത് സാധാരണ വസ്തുക്കളുടെ കാര്യത്തിൽ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. വാങ്ങുന്ന ആളുടെ വരുമാനം കൂടുമ്പോൾ അയാൾ കൂടുതൽ വാങ്ങും, അപ്പോൾ ഡിമാൻഡ് കൂടും, അപ്പോൾ ഡിമാൻഡ് കർവ് വലത്തോട്ട് മാറും. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ആൻസർ എ, ഇൻകം ഇൻക്രീസസ്. നാലാമത്തെ ചോദ്യം, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ ഔട്ട്പുട്ട് ഈസ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ ഔട്ട്പുട്ട്, അതായത് ഓരോ യൂണിറ്റ് ഉൽപ്പന്നത്തിൻ്റെയും ചെലവ്. ഇങ്ങനെയൊക്കെ ചോദ്യം കാണുമ്പോൾ ഈ മലയാളം വായിച്ചു നോക്കുമ്പോൾ ആകെ തലയിരിഞ്ഞു പോകും. ഇതിലെ മലയാളമൊക്കെ ചിലതൊക്കെ തെറ്റാണ് മലയാളം. കൃത്യമായിട്ട് ഇപ്പോൾ പ്രധാന വക്രം എന്ന് എഴുതിയിട്ടുള്ളത് സാധാരണ നമ്മൾ പ്രധാനം ഞാൻ മേലേക്ക് തിരിച്ചിട്ടുള്ള ദായാണ്. അതായത് പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രധാനം എന്ന് എഴുതിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ദയയുടെ ദയാണ്. പ്രധാനം, ദയയുടെ ദ, ആ പ്രധാനമാണ്. അതായത് സപ്ലൈ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള കുറേ തെറ്റുകളുണ്ട്. കുട്ടികളാകെ കൺഫ്യൂഷൻ ആക്കുന്ന കുറേ തെറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ ഔട്ട്പുട്ട്, അതായത് ഒരു ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ചെലവിന് വിളിക്കുന്ന പേരെന്താണ്? ഒരു യൂണിറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ് ഏത്? ആവറേജ് കോസ്റ്റ്, ശരാശരി ചെലവ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. 4ൻ്റെ ആൻസർ ഓപ്ഷൻ സി, ആവറേജ് കോസ്റ്റ് അഥവാ ശരാശരി ചെലവ്. അഞ്ചാമത്തെ ചോദ്യം, മാർക്കറ്റ് പ്രൈസ് ഇംപ്ലൈസ്. അതൊക്കെ ചിലപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത തരത്തിലുള്ളൊരു ചോദ്യമാണ്. മാർക്കറ്റ് പ്രൈസ് ഇംപ്ലൈസ് അല്ലേ? വിപണി വില സൂചിപ്പിക്കുന്നത്. വിപണി വില, മാർക്കറ്റ് പ്രൈസ്, ഇത് നമ്മൾ പിന്നെ നമ്മുടെ എവിടെ വരുന്നതാണ്? നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം കണക്കാക്കലിൽ വരുന്നതാണ്. അതായത് GDP, MP, GNP, MP, NNP, MP, മാർക്കറ്റ് പ്രൈസ്, MP, മാർക്കറ്റ് പ്രൈസ് ഉണ്ടാ. GDP അറ്റ് MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലുള്ള GDP. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്? വിപണി വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ആൻസർ. ഓക്കെ, ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് ഘടക ചെലവ് പ്ലസ് അറ്റപരോക്ഷ നികുതി, NIT. ഫാക്ടർ കോസ്റ്റ് പ്ലസ് NIT. ഓപ്ഷൻ ബി ആണ്. 5ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ആറാമത്തെ ചോദ്യം, പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഈസ്. നല്ല ചോദ്യമാണ്, പക്ഷേ കൺഫ്യൂഷനാണ്. ഓക്കെ, എന്താണ്? പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്, അതായത് ഒരു ഉൽപ്പാദക യൂണിറ്റ് സാധാരണ ലാഭം നേടുന്ന
പ്രധാന വക്രത്തിലെ ബിന്ദു ഏതാണെന്നാണ്. ഇതെവിടെയാണ് ഈ ചോദ്യം കിടക്കുന്നത്? ഇത് മൈക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നമുക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നോക്ക്. എ ബ്രേക്ക് ഇവൺ പോയിന്റ്, ബി ഷട്ട് ഡൗൺ പോയിന്റ്. അവിടെ തന്നെ നമ്മുടെ കാര്യം പോയി. കാരണം ആകെ കൺഫ്യൂഷൻ ആവും. ബ്രേക്ക് ഈവൺ ആണോ ഷട്ട് ഡൗൺ ആണോ, ബ്രേക്ക് ഈവൺ ആണോ ഷട്ട് ഡൗൺ ആണോ, ഏതാണ് സാധാരണ ലാഭം എന്ന് കണ്ടാൽ സാധാരണ ലാഭം നേടുന്നത് എവിടെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ്. ലാഭനഷ്ടരഹിത ബിന്ദു, അതാണ് ഏത് ബ്രേക്ക് ഈവൺ പോയിന്റ്. ഓക്കെ, ബ്രേക്ക് ഈവൺ പോയിന്റ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. മറ്റേതെന്താണ്? ഷട്ട് ഡൗൺ പോയിന്റ് എന്നാണ് അടച്ചുപൂട്ടൽ ബിന്ദുവാണ്. ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഭമില്ല നഷ്ടമില്ലാത്തതാണ്. അപ്പോൾ അവിടെ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അതായത് ടി സി ഈക്വൽ ടു ടി ആർ എന്നാണ് അവിടെ നമുക്ക് സമവാക്യം. ബ്രേക്ക് ഇവൺ പോയിന്റ് ടി സി ഈക്വൽ ടു ടി ആർ, അതാണ് ബ്രേക്ക് ഇവൺ പോയിന്റ്. ഓക്കെ, ലാഭമില്ല നഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നോർമലാണ്, സാധാരണ ലാഭമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, മറ്റത് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മിനിമം ഓഫ് എ വി സിക്ക് തുല്യമാവണം ലാഭം എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് മിനിമം ഓഫ് എ വി സിക്ക് തുല്യമാവണം, അതാണ് ഷട്ട് ഡൗൺ പോയിന്റ്, അടച്ചുപൂട്ടൽ ബിന്ദു. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ സ്ഥാപനം പൂട്ടേണ്ടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 6ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 7ാമത്തെ ചോദ്യം നോക്ക്. ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ദാറ്റ് ഈസ് CRR ഈസ് 10%, ദ വാല്യൂ ഓഫ് എ മണി മൾട്ടിപ്ലയർ വിൽ ബി. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റൻ ആണ്, പക്ഷേ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഈ ചോദ്യം സെയിം പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് 10%, ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ വിൽ ബി. അതായത് ക്യാഷ് റിസർവ് അനുപാതം എന്ന് വെച്ചാൽ CRR 10% ആണെങ്കിൽ പണഗുണകത്തിൻ്റെ മൂല്യം എത്രയായിരിക്കും? ഓക്കെ, എത്രയായിരിക്കും? അത് കാണാൻ നമ്മൾ ചെറിയ കാൽക്കുലേഷൻ ഉണ്ട്. അതിങ്ങനെ ചിലപ്പോൾ നമ്മൾ സംഖ്യയല്ലേ അറിയാത്തതുകൊണ്ട് നമ്മളത് കലക്കി കുടിച്ചിട്ടുണ്ടാവും, എങ്ങനെ കറക്കി കുത്തിയിട്ടുണ്ടാവും. എങ്ങനെയാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് ഒന്ന് കറക്കി നോക്കിയിട്ട് നമ്മളൊരു ഉത്തരം എഴുതിയിട്ടുണ്ടാവും. എന്തായാലും ആൻസർ വരുന്നത് സി ആണ്. 10 ആണ് ആൻസർ വരിക. എന്താണ് ഇക്വേഷൻ? 1/CRR എന്നാണ് ഇക്വേഷൻ. 1/CRR. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? 1/CRR എന്ന് പറഞ്ഞാൽ 1/CRRന്റെ വില എത്രയാ? 10%. അപ്പോൾ 1/10 ഡിവൈഡഡ് ബൈ 100 അങ്ങനെ എഴുതണം. 1/10/100 എന്ന് എഴുതണം. മനസ്സിലായോ പറഞ്ഞത്? 1 ഡിവൈഡഡ് ബൈ, എന്നിട്ട് താഴെ CRRന്റെ വാല്യൂ 10 എഴുതുക, എന്നിട്ട് വീണ്ടും ഡിവൈഡഡ് ബൈ ഇട്ടിട്ട് 100 എഴുതുക. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക? 10നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? 10നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന, അതായത് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരത്തെ 1 കൊണ്ട് വീണ്ടും ഹരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഏത് ഇവിടെ പറയുന്ന മണി മൾട്ടിപ്ലയർ. ഓക്കെ, അത് CRR തരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ സി ആണ്, 10 ആണ്. ദെൻ 8ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. മണി ഈസ് പണം എന്താണെന്നാണ് ചോദ്യം. പണം എന്താണ്? പണം എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, ബോത്ത് എ ആൻഡ് ബി, നൺ. ഓക്കെ, എന്താണ്? ഒരു വിനിമയ മാധ്യമമാണ്, അക്കൗണ്ടിൻ്റെ ഒരു യൂണിറ്റ് ആണ്. എയും ബിയും ശരിയാണ്, ഇവയൊന്നുമല്ല. ആകെ ആൻസർ ഒന്നേ ഉള്ളൂ, രണ്ടും വരില്ല, എയും ബിയും വരില്ല. ഓക്കെ, അക്കൗണ്ടിൻ്റെ ഒരു യൂണിറ്റ് അല്ല അല്ലേ? അക്കൗണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പണം ഒരു വിനിമയ മാധ്യമമാണ്. പിന്നെ എന്തോ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വസ്തുവിൻ്റെ മൂല്യം കണക്കാക്കുന്ന യൂണിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ല അക്കൗണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ മണി എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഒരു വിനിമയ മാധ്യമമാണ് പണം. അത് ആൻസർ എ ആണ്, ഓപ്ഷൻ എ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ദെൻ മറ്റൊന്ന് സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ്. സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്, അതായത് നിസ്സംഗതാവക്രത്തിൻ്റെ ചെരിവ്, സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്, സീമാന്ത അവസരാത്മക ചെലവ്, -P1/P2 ഇവയൊന്നുമല്ല. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, -P1/P2 നൺ. ഏതാണ് ആൻസർ? ആൻസർ എ ആണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് MRS ആണ്, MRS, അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻസർ എ ആണ് ആൻസർ. ഓക്കെ, പിന്നെ -P1/P2 എന്ന് പറഞ്ഞാൽ ആ സ്ലോപ്പ് കാണുമ്പോൾ നേരെ നമ്മൾ അതിലേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ് -P1/P2? അത് ബജറ്റ് ലൈൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ്. അതായത് കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണോ, ബാലൻസ് ഓഫ് ട്രേഡ് ആണോ, കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണോ, ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആണോ, ഏതാണ്?
എന്തായാലും എക്സ്പോർട്ട് ഇമ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷനാണ് മനസ്സിലുണ്ടാവുക. വാല്യൂ ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ടാവും, ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടാവും. ഇതിൽ ഏതാണെന്ന് ആകെ കൺഫ്യൂഷൻ ആവും അല്ലേ? കൃത്യമായിട്ട് അറിയാത്തവന് കൺഫ്യൂഷൻ ആവും. ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള അതിൻ്റെ മൂല്യം, കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വ്യാപാര സിസ്റ്റമാണ്, വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ അക്കൗണ്ട് അല്ല. അക്കൗണ്ട് ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. കയറ്റുമതി ഇറക്കുമതിയെ കാണിക്കുന്ന ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ദ അക്കൗണ്ട് ഷോസ് ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് ആൻസർ. അതല്ല ചോദ്യം, ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഡിഫറൻസ് ആണ്. അതായത് കയറ്റുമതി ഇറക്കുമതി തമ്മിലുള്ള വ്യത്യാസ മൂല്യമാണ്. അതേതിലാ? ബാലൻസ് ഓഫ് ട്രേഡിലാണ്. ഓക്കെ, BOT അല്ലേ, ബാലൻസ് ഓഫ് ട്രേഡ്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഇനി 2 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, നെയിം ദ സ്ലോപ്പ് ഓഫ് ദ PPC. എന്താ PPC എന്താണെന്നാണ് ചോദ്യം. PPC എന്താണെന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ PPC എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഏതാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിലാണ് PPC ഉള്ളത്. ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒക്കെ നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. സ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ MOC ആണ് കേട്ടോ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അതിൻ്റെ സ്ലോപ്പ്. ഓക്കെ, അതായത് ഈ MOCയിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ PPCയിൽ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടല്ലോ, അതറിയില്ലേ? കോൺകേവ് ആകും, കോൺവെക്സ് ആകും, ലീനിയർ ആകും. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം. State how the following factors affect supply curve of a firm. സപ്ലൈ കർവ് ഓഫ് എ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്ന ഈ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അതുപോലെ തന്നെ റൈസ് ഇൻ ഇൻപുട്ട് പ്രൈസ്. ഇത് നേരെ തിരിച്ച് നമുക്ക് ചോദിച്ചത്. അതായത് സപ്ലൈ കർവിൻ്റെ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്നാണ് ഈ ചോദ്യം കറക്റ്റ് വരാറുള്ളത്. കണ്ടോ, ഈ ചോദ്യത്തെ തിരിച്ചിട്ട് ചോദിച്ചു, ആൻസർ തന്നിട്ട് ഇത് എങ്ങനെയാണ് ഇവിടെ സ്വാധീനം ചെലുത്തുന്നതെന്ന് ചോദിച്ചു, എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചത്. അതായത് ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ പ്രധാന വക്രത്തെ താഴെ പറയുന്ന ഘടകങ്ങൾ എങ്ങനെ ബാധിക്കുന്നു? അതായത് സാങ്കേതികവിദ്യയുടെ പുരോഗതി, അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന വർധനവ്, വസ്തുവിൻ്റെ വില, അതുപോലെ തന്നെ യൂണിറ്റ് ടാക്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ഉത്തരം പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് 2 മാർക്കിന് തിരിച്ച് ആൻസർ തന്നിട്ട് അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു, തല തിരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നത് എവിടെയാണ്? നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിലാണ് ഈ സപ്ലൈ ഒക്കെ വരുന്നത് കേട്ടോ. അവിടെയാണ് പഠിക്കാനുള്ളത്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ 13ാമത്തെ ചോദ്യം, നെയിം ദ 4 മേജർ മാക്രോ എക്കണോമിക് സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി. ഉണ്ടോ, ഇതൊക്കെ എങ്ങനെ ചോദിക്കുന്നു? നെയിം ദ 4 മേജർ മാക്രോ എക്കണോമിക് സെക്ടേഴ്സ്. ഇതിലൊരു മേജർ എന്നുള്ളൊരു വാക്ക് ചേർത്തിട്ട് നമ്മൾ കൊടുക്കാൻ നോക്കിയതാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന 4 മേഖലകൾ ഏതൊക്കെയെന്നാണ്. അതായത് മാക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട 4 മേഖലകൾ ഏതൊക്കെയെന്നാണ് നിങ്ങൾക്ക് അറിയാലോ, സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്, അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് പറഞ്ഞിരുന്നതാണ്. 14ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് വേരിയബിൾ വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ എഴുതാൻ, ശേഖരവും പ്രവാഹവും എന്താണെന്ന് എഴുതുക, തമ്മിലുള്ള വ്യത്യാസം എഴുതുക, ഓരോ ഉദാഹരണം എഴുതുക. പിന്നെ 15ാമത്തെ ഡിഫൈൻ ബജറ്റ്. ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ, ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ. എന്താണ് ബജറ്റ്? സ്റ്റേറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബജറ്റ്. ബജറ്റിൻ്റെ 2 ലക്ഷ്യങ്ങൾ എഴുതാൻ. ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ, ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് 3 എഴുതുന്നുണ്ട്. ഓക്കെ, 2 എഴുതാനാണ് ഇവിടെ പറഞ്ഞത്. ഇനി 3 മാർക്കിൻ്റെ ചോദ്യം നോക്ക്. 16ാമത്തെ, മാച്ച് കോളം A വിത്ത് B ആൻഡ് C. A കോളത്തെ Bയും Cയുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, നോർമാറ്റീവ് എക്കണോമിക്സ്. വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ എക്കണോമിക്സ് എന്താണ് മാച്ച് ചെയ്യാനുള്ളത്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ വില നിർണ്ണയം. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അതാണ് പ്രൈസിങ് ഓഫ് എ ഫേം. അതാണ് മൈക്രോ എക്കണോമിക്സ്. പിന്നെ B കോളത്തിൽ പ്രൈസിങ് ഓഫ് എ ഫേം. പിന്നെ C കോളത്തിലാണെങ്കിലോ സാലറി ഓഫ് എ വർക്കർ. അപ്പോൾ എങ്ങനെ കിട്ടുക? മൈക്രോ എക്കണോമിക്സ്, പ്രൈസിങ് ഓഫ് എ ഫേം, സാലറി ഓഫ് എ വർക്കർ. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ വില നിർണ്ണയം, ഒരു തൊഴിലാളിയുടെ ശമ്പളം. ഓക്കെ, മാക്രോ എക്കണോമിക്സ് ആണെങ്കിലോ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ പെർ കാപ്പിറ്റ ഇൻകം. മാക്രോ എക്കണോമിക്സ്, ഇൻഫ്ലേഷൻ, പെർ കാപ്പിറ്റ ഇൻകം. ഓക്കെ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം പണപ്പെരുപ്പം, പ്രതിശീർഷ വരുമാനം. ഓക്കെ,
പിന്നെ നോർമാറ്റീവ് എക്കണോമിക്സ് പിന്നെ ബാക്കിയുള്ളതാണല്ലോ. വാട്ട് ഓട്ട് ടു ബി, അതുപോലെ തന്നെ ഡിസൈറബിലിറ്റി ഓഫ് എ മെക്കാനിസം, ഓക്കെ, ഗുണകരമാവുന്ന സംവിധാനങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് നോർമാറ്റീവ് എക്കണോമിക്സ്. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 3 മാർക്ക് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തെറ്റി പോവുകയാണെങ്കിൽ ഒരു 2 മാർക്കെങ്കിലും അവിടെ നിങ്ങൾ നേടിയിട്ടുണ്ടാവും. 17ാമത്തെ ചോദ്യം, നെയിം ദ ടേം യൂസ്ഡ് ഇൻ നോട്ട് ദ പവർ ഓഫ് ദ കമ്മോഡിറ്റി ടു സബ്സിഡി വാൺസ്. എന്താണ്? അതായത് റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. എന്താ ചോദ്യം മനസ്സിലായാ? വലിയ പിടുത്തം കിട്ടിയില്ല അല്ലേ? നെയിം ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പവർ ഓഫ് ദ കമ്മോഡിറ്റി ടു സബ്സിഡി വാണ്ട്. ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാധനങ്ങളുടെ കഴിവിനെ സൂചിപ്പിക്കുന്ന പദം എഴുതുക എന്നുള്ളതാണ്. യൂട്ടിലിറ്റിയാണ് അവിടെ ഉത്തരം വരുന്നത്. യൂട്ടിലിറ്റിയാണ്. നെയിം ഓഫ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പവർ ഓഫ് ദ കമ്മോഡിറ്റി ടു. അവിടെ സബ്സിഡി അല്ല കേട്ടാ, അത് തെറ്റുണ്ട്, ചോദ്യം തെറ്റുണ്ട് മക്കളെ. സബ്സിഡി അല്ല, സാറ്റിസ്ഫൈ എന്നാണ് ആ വാക്ക് വരേണ്ടത്. 17ാമത്തെ ചോദ്യം തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ ഇവിടെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷനിൽ കുടുക്കിയിട്ട് അതാണ് മാറ്റി നിർത്തും. ഇനി എന്താണെന്ന് അറിയില്ല, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. സബ്സിഡി അല്ല അവിടെ ചോദ്യം, എന്താണ്? സാറ്റിസ്ഫൈ എന്നാണ് വരേണ്ടത് കേട്ടോ. നെയിം ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പവർ ഓഫ് ദ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ദ വാൺസ്. അതായത് ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാധനങ്ങളുടെ കഴിവിനെ സൂചിപ്പിക്കുന്ന പദം അത് യൂട്ടിലിറ്റി എന്നാണ് ആൻസർ. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. അതിൻ്റെ 2 പ്രത്യേകതകൾ എഴുതാനാണ്. അതുപോലെ 18ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ AR ആൻഡ് MR. AR എന്താണ്, MR എന്താണെന്ന് വ്യത്യാസം എഴുതുക. ആവറേജ് റവന്യൂ, മാർജിൻ റവന്യൂ എന്താണെന്ന് വ്യത്യാസം എഴുതുക. അതുപോലെ പ്രൂവ് AR ഈക്വൽ ടു P. AR P ആണെന്ന് തെളിയിക്കുക. ഇത് വരുന്നത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. 4ാമത്തെ ചാപ്റ്റർ മറ്റേ തിയറി ഓഫ് ദ പെർഫെക്റ്റ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് 18ാമത്തെ ചോദ്യം കേട്ടോ. 19ാമത്തെ നോക്കുക, ഡ്രോ ദ ഡയഗ്രാം ഷോയിങ് സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ മോഡൽ. ഡ്രോ ദ ഡയഗ്രാം ഷോവിങ് സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ മോഡൽ. 2 മേഖലകൾ മാത്രമുള്ള ഒരു മാതൃകയിൽ വരുമാനത്തിൻ്റെ ചാക്രി പ്രവാഹം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് വരച്ച് പഠിച്ച സാധനമാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന്. 20ാമത്തെ ചോദ്യം, 2 ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ? നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻകം ഡിറ്റർമിനേഷൻ 4ാമത്തെ ചാപ്റ്ററാണ്. വാട്ട് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ? എന്താണ് ഉപഭോഗധർമ്മം? അറിയണ്ടാവും, ഞാൻ പഠിപ്പിച്ച മക്കൾക്കൊക്കെ നന്നായിട്ട് അറിയണ്ടാവും. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോവിങ് ഇക്വേഷൻ ദ കൺസംഷൻ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ സി ബാർ ആൻഡ് സി. സി ബാറും സി, അതായത് താഴെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ അല്ലെങ്കിൽ സി ഡാഷ് പ്ലസ് സി വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ സി ഡാഷ് അല്ലെങ്കിൽ സി ബാർ എന്താണ്, സി എന്താണെന്ന് തിരിച്ചറിയാനാണ്. സി ഡാഷ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയിട്ടുള്ള ഉപഭോഗം, കടം വാങ്ങിയുള്ള ഉപഭോഗമാണ് സി ബാർ. ദെൻ ചെറിയ സി എന്ന് പറയുന്നത് MPC. ഓക്കെ, കടം വാങ്ങിയുള്ളതെന്നല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറും പിന്നെ സി എന്ന് പറയും, സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്നത് MPC ആണ് കേട്ടോ. 4 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. 21ാമത്തത്, കൺസ്യൂമർ ബോട്ട് 5 kg ഓഫ് ഒനിയൻ അറ്റ് എ പ്രൈസ് ഓഫ് 30 per kg, ബട്ട് വെൻ ദ പ്രൈസ് ഇൻക്രീസ് 40 he bought only 2 kg. ഓക്കെ, കാൽക്കുലേറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് നമ്മൾ ഇന്നലെ പിന്നെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിച്ച് ചെയ്യാനാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ളത്. നെയിം എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓർ ഗുഡ്. അതായത് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതാൻ. അത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്, അതായത് വസ്തുവിൻ്റെ വിലയാണ്. പിന്നെ ഉപഭോക്താവിൻ്റെ വരുമാനം, ഇനി വേറെ ഉണ്ട് അഭിരുചിയും ശീലങ്ങളും, അങ്ങനെ കുറേ ഘടകങ്ങളുണ്ടല്ലോ, 4 ഉണ്ടല്ലോ. ഓക്കെ, 2 എഴുതാനാണ് പറഞ്ഞുള്ളത്. ഇതൊക്കെ തന്നെ വായിച്ച് നോക്കി നമ്മൾ ആലോചിച്ചെടുക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അതാണ് പ്രശ്നം. 22ാമത്തെ ചോദ്യം, റൈറ്റ് എനി 4 ഷോർട്ട് റൺ കോസ്റ്റ് വിത്ത് ഇക്വേഷൻ. അതായത് ഏതെങ്കിലും 4 ഷോർട്ട് റൺ കോസ്റ്റ് പിന്നെ ചെലവുകളുടെ പേരെഴുതാൻ. ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ TFC, TVC, TC, AFC, AVC, SAC, SMC ഇതൊക്കെ ഷോർട്ട് റൺ കോസ്റ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എഴുതാനാണ്. 4 മാത്രം, മനസ്സിലായില്ലേ? ഓക്കെ, 23ാമത്തത്, എല്യൂസിഡേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ എല്യൂസിഡേറ്റ് എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അന്തം വിട്ടിരിക്കും. അപ്പം നേരെ മലയാളത്തിലേക്ക് പോയി നോക്കുക. സവിശേഷതകൾ അല്ലേ, പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചുള്ളത്. ഓക്കെ, എല്യൂസിഡേറ്റ് എന്ന് പറയുമ്പോൾ അത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എഴുതുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. വിലയിരുത്തുക, ഫീച്ചേഴ്സ് വിലയിരുത്താനാണ്. ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ അതായത് ഹോമോജനസ് പ്രോഡക്റ്റ്, ഹോമോജനസ് പ്രൈസ്, അതുപോലെ തന്നെ പിന്നെന്താ സിംഗിൾ പിന്നെ സോ മെനി അല്ലെങ്കിൽ മോർ ബയ്യർ മോർ സെല്ലർ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ്.
പിന്നെ 24ാമത്തെ ചോദ്യം കുറച്ച് ടഫാണ്. ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഇൻകം ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയിലെ സന്തുലിത വരുമാനം കണ്ടുപിടിക്കുക. ഇത് ടഫാന്ന് പറയാൻ കാരണം നമ്മൾ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ, അതായത് എ ബാർ ഈക്വൽ ടു 90 crore ആണ്, MPC ഈക്വൽ ടു 80% ആണ്. അത് വെച്ചിട്ട് ഇക്വിലിബ്രിയം ഇൻകം കാണാനാണ്. ഇനി അതല്ലെങ്കിൽ അവിടെ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, ഓർ എന്ന് പറഞ്ഞിട്ട് ബി ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ് ബി ക്വസ്റ്റ്യൻ. ഹൗ ദ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമിൻഡ് ഇൻ ആൻ ഇക്കോണമി, എക്സ്പ്ലെയിൻ ദ ഡയഗ്രാം. ഓക്കെ, ഹൗ ദ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമിൻഡ് ഇൻ ആൻ ഇക്കോണമി, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സന്തുലിത വരുമാനം നിർണ്ണയിക്കുന്ന വിധം ചിത്രത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 4ാമത്തെ ചാപ്റ്ററാണ്, മാക്രോ എക്കണോമിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ. ഇൻകം ഡിറ്റർമിനേഷനിൽ അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഒരേ എക്സ് ആൻഡ് വൈ ആക്സിസിൽ അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും, അതായത് ADയും ASഉം തുല്യമാക്കി വരക്കുന്ന ഒരു കർവുണ്ട്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും കൂടെ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞതാണ്. ഓക്കെ, യെസ്. ദെൻ 25 ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റവന്യൂ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോപ്പി ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റവന്യൂ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ വരുമാനവും മൂലധന വരുമാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതാനാണ്. ഇത് നമ്മുടെ റവന്യൂ, അത് ഏതാ ചാപ്റ്റർ? മാക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തേതാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തേൽ നിന്ന് വന്നതാണ് ഏത് ഈ രണ്ട് കാര്യങ്ങൾ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ മൂലധന വരുമാനങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ വീതം എഴുതാനാണ്. ഓക്കെ, എന്തായാലും ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് ക്ലാസ്സിലിരുന്ന ആളുകൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അവർ നോക്കിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത സാധനങ്ങളാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതായത് മൈക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വിഭേദക അനുപാത നിയമം ചിത്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക, പ്രതിപാദിക്കുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് നമ്മളത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 27ാമത്തത് എക്സാമിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഉൽപ്പാദന യൂണിറ്റുകൾ തങ്ങളുടെ ലാഭം പരമാവധിയാക്കുന്ന അവസ്ഥകൾ വിശദമാക്കുക എന്നാണ്. 3 പോയിന്റേ ഉള്ളൂ. 3 പോയിന്റ് എഴുതിയാൽ 3 മാർക്ക് കിട്ടും, വിശദമാക്കിയാൽ 5 മാർക്ക് കിട്ടും. അത് വിശദീകരിക്കണം. ഓക്കെ, അപ്പോൾ ചിത്രം വേണമെങ്കിൽ ചിത്രം കൊടുക്കാം. ചിത്രം പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ചിത്രം കൊടുക്കാം. 28ാമത്തെ ചോദ്യം. ഇത് ചോദ്യം വന്നത് എവിടെയെന്ന് അറിയോ? ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതറിയാലോ, 4ാമത്തെ മൈക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിലുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മൾ എസ്സേ പറഞ്ഞിരുന്നതാണ് കേട്ടോ, സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതാണ്. 28ാമത്തെ ചോദ്യം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് വെൻ ഡിമാൻഡ് ഇൻക്രീസസ് സപ്ലൈ ഡിക്രീസസ്. ഡിമാൻഡ് ചോദനം വർദ്ധിക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രധാനം കുറയുമ്പോൾ എന്താണ് സന്തുലിത വിലയിലും ഉൽപ്പന്നത്തിലും വരുന്ന മാറ്റങ്ങൾ? അത് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 28ാമത്തെ ചോദ്യമാണ് ഇത്. മൈക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. 29ാമത്തെ ചോദ്യം വളരെ രസകരമായുള്ള ചോദ്യമാണ്, പക്ഷേ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് അങ്ങോട്ട് കൊടുന്നു വെച്ചു. ഫൈൻഡ് സേവിങ് APC, MPC, APS ആൻഡ് MPS ഇൻ ദ ഫോളോവിങ് ഇൻ ദ ഗിവൺ ടേബിൾ എന്നാണ്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? സേവിങ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സേവിങ്ങും അതുപോലെ തന്നെ APC, MPC, APS, MPS കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മാക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ഇൻകം ഡിറ്റർമിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷങ്ങളൊക്കെ ഇതിൻ്റെ തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. APC എന്താണ്, MPC എന്താണ്, APS എന്താണ്, MPS എന്താണ്, അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇക്വേഷൻ എഴുതാനും. ഇതിപ്പോൾ സേവിങ് ചോദിച്ചിട്ടുണ്ട്. ഇൻകവും കൺസംഷനും തന്നിട്ടുണ്ട്. അതിന് സേവിങ് കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇൻകത്തിൽ നിന്ന് കൺസംഷൻ മൈനസ് ചെയ്താൽ സേവിങ് കിട്ടും. അതുപോലെ APC കാണുന്നുണ്ടെങ്കിൽ എന്താണ്? C/Y ആണ്. C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ, Y എന്ന് പറഞ്ഞാൽ ഇൻകം. അതായത് കൺസംഷനെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ APC കിട്ടും. MPC എന്ന് പറഞ്ഞാൽ കൺസംഷനിലുണ്ടായ മാറ്റവും അതുപോലെ തന്നെ ഇൻകത്തിലുണ്ടായ മാറ്റവും തമ്മിൽ ഹരിക്കുക, അതായത് ഡെൽറ്റ C/Δy. അതുപോലെ APS എന്ന് പറയുമ്പോൾ S/Y ആണ്. അതുപോലെ തന്നെ MPS എന്ന് പറയുമ്പോൾ ഡെൽറ്റ S/Δy. ഓക്കെ, ചെയ്തു നോക്കണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയ കിട്ടിയെന്ന് വരില്ല. എന്തായാലും ഞാൻ ചാപ്റ്റർ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 30ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ഹൗ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന വിധം വിശദീകരിക്കുക. വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ മാക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്, 6ാമത്തെ ചാപ്റ്റർ. അതിൽ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് 1ാമത്തെ ടോപ്പിക്കാണ്. 3 രീതിയിൽ നമുക്ക് വിനിമയ നിരക്ക് നിർണ്ണയിക്കാം. അതിലൊന്നാമത്തെ അയവുള്ള വിനിമയ നിരക്ക് അല്ലെങ്കിൽ അസ്ഥിര വിനിമയ നിരക്ക്. അവിടെ ഡിമാൻഡും സപ്ലൈയും ചേർന്നുകൊണ്ടാണ് വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, ആ ചിത്രം വരയ്ക്കാനുള്ള വീഡിയോയിലൊക്കെ. ഓക്കെ,
ഇനി എസ്സേയിലേക്ക് നോക്കാം. 8 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ തന്നിരിക്കുന്നു. 31ാമത്തെ ചോദ്യം, റൈറ്റ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ നിസ്സംഗത വക്രങ്ങളുടെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ എഴുതുക. 4 5 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു, എക്സ്പ്ലെയിൻ ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ചിത്രത്തിൻ്റെ സഹായത്താൽ ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ് വിശദീകരിക്കുക. അതായത് അത് വരയ്ക്കേണ്ടത് എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുക്കുക, ബജറ്റ് ലൈൻ കൊടുക്കുക. ബജറ്റ് ലൈനിൽ നിസ്സംഗത വക്രം അല്ലെങ്കിൽ ഐസി കർവ് കൂട്ടിമുട്ടിയിട്ട് വരുന്നത് ആ കാര്യമാണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മറ്റൊരു പേരെന്താ, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അതാണ് ഈ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് പറഞ്ഞതാണ്. 32ാമത്തെ ചോദ്യം പ്രതീക്ഷിക്കാതെ വന്ന ചോദ്യമാണ്, വാട്ട് ഈസ് GDP? എന്താണ് GDP? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോമിനൽ ആൻഡ് റിയൽ GDP. നോമിനൽ GDPയും റിയൽ GDP എന്താണ് ഡിഫറൻസ് എഴുതാനാണ്. അതുപോലെ തന്നെ ക്യാൻ ദ GDP ഓഫ് എ കൺട്രി ബി ടേക്കൺ ആസ് എ ഇൻഡെക്സ് ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് കൺട്രി, എക്സ്പ്ലെയിൻ ഇറ്റ്. അതായത് ഒരു രാജ്യത്തെ GDPയെ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമസൂചികയായി കണക്കാക്കാമോ, വിശദീകരിക്കുക. എന്താണ് GDP? നാമമാത്ര GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടി കലർത്തിയിട്ട് 8 മാർക്ക് അങ്ങോട്ട് വെച്ച് തന്നതെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് അറിയാം, നമ്മളെ മക്കൾക്ക് ഇത് അറിയാവുന്നതാണ്. പക്ഷേ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല, എസ്സേ വരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും, അതെനിക്കും അറിയാം, തോന്നുന്നുണ്ട്. 33ാമത്തെ ചോദ്യം, 2 ചോദ്യങ്ങളുണ്ട്, അതിൽ എയും ബിയും. കൺട്രോൾ ഓഫ് മണി സപ്ലൈ. കൺട്രോൾ ഓഫ് മണി സപ്ലൈ ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. മെൻഷൻ അതർ ഫങ്ഷൻസ്. പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുക എന്നത് കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലകളിൽ ഒന്നാണ്. മറ്റു ചുമതലകൾ എഴുതുക. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ്. എസ്സേ വരുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബി ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ വേരിയസ് ടൂൾസ് യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഭാരതീയ റിസർവ് ബാങ്ക് ഇന്ത്യയിലെ പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വിവിധ നയ ഉപാധികൾ പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എസ്സേ പറഞ്ഞതാണ്. ഇതിൽ 2 എന്തായാലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മക്കളെ, ഇതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ ജസ്റ്റ് സൂചന നൽകിയെന്നുള്ളൂ ഏതൊക്കെ ചാപ്റ്ററാണെന്നുള്ളത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കുക. ഓക്കെ, നല്ല ചിന്തകൾ ഉണ്ടാക്കുക, നന്നായിട്ട് ചിന്തിക്കുക. ഓക്കെ, നന്നായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ചിന്തിക്കുക. ഇനിയിപ്പോൾ പോയി അതിനെപ്പറ്റി നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലത് വരട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.